സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം, സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഒരു വൈദികനിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹം, കരുണ, ആശ്രയം എന്നിവയിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല. അങ്ങനെ ചില വൈദികർ നമുക്കിടയിലുണ്ട്. സ്നാപകന്റെ താപസ പാരമ്പര്യവും യേശുവിൻ്റെ പ്രവർത്തന നിരതയും ഒത്തുചേർന്ന പ്രേഷിത വര്യന്മാർ. അവരെ നാം കാണാതെ പോകുന്നത് ചാവുദോഷമാണ്. അതിനൊപ്പം ഈ വേദവാക്യങ്ങൾ കൂടി കൂട്ടി വായിക്കാം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്നും ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. എങ്കിലിതാ അങ്ങനെ ഒരാൾ. ദൈവം നൽകിയിരിക്കുന്ന വലിയ ദാനമാണ് പൗരോഹിത്യമെന്നും അത് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ളതാണ് എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തങ്ങളുടെ ആയുസ്സും ആരോഗ്യവും ജനങ്ങൾക്ക് വേണ്ടി പല ഇടവുകൾ ശുശ്രൂഷ ചെയ്തതിന് ശേഷമാണ് അവർ ഈ റിട്ടയർമെൻറ്റ് ഹൗസിൽ താമസിക്കുന്നത്. ഇതിൽ എൻ്റെ ഓർമ്മയിൽ വരിക സ്നേഹ ബഹുമാനപ്പെട്ട ജോസഫ് മണ്ണൂരച്ചനെയാണ്. അച്ഛൻ തൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ
ഇടവകളിൽ സേവനം ചെയ്തപ്പോൾ പ്രധാനമായിട്ടും പള്ളി പണിയുക, പള്ളിമുറി പണിയുക, ഇങ്ങനെ ദൈവത്തിന് വേണ്ടിയിട്ട് ആലയം പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉൾക്കാഴ്ച അച്ഛനുണ്ടായിരുന്നു. പ്രധാനമായിട്ടും കോടഞ്ചേരി പള്ളിയുടെ സൃഷ്ടികർമ്മത്തിൽ അദ്ദേഹം വലിയ ഒരു നേതൃത്വം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാലാപറമ്പ് പള്ളിയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. ഇതുപോലെ തന്നെ അദ്ദേഹം രൂപതയുടെ പ്രൊക്രേറ്ററായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരിയേറെ സമയം ചെലവഴിക്കുകയും സേവനം ചെയ്യുകയും ചെയ്തതാണ്. തൻ്റെ ശുശ്രൂഷകൾ രൂപതയിലെ വലിയ നേതൃത്വത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തികച്ചും ആകസ്മികമായിരിക്കാം, വിശുദ്ധ അൽഫോൻസാമയുടെ ആത്മീയ ഗുരു തന്നെയാണ് മണ്ണൂരച്ചൻ്റെയും ആത്മീയ ഗുരു ഫാദർ റോമുളോസ്. ഏറെ അഭിമാനത്തോടെയാണ് അച്ഛൻ ഇക്കാര്യം പറയുന്നത്. ചില കാര്യങ്ങൾ അങ്ങനെയാവട്ടെ, അതാണ് ദൈവനിയോഗവും. എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് എൻ്റെ ദൈവവിളിയുടെ പശ്ചാത്തലത്തെപ്പറ്റി സംസാരിക്കുവാനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നന്നാ ചെറുപ്പത്തിൽ ഏതാണ്ട് ഒരു 5 വയസ്സുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എൻ്റെ ജ്യേഷ്ഠനൊന്നിച്ച് ഞാൻ മുത്തോലി ആശ്രമത്തിൽ കുർബാന കാണാൻ പോയ അവസരത്തിൽ വിശുദ്ധ അൽഫോൻസാമയുടെ ആധ്യാത്മിക പിതാവായിരുന്ന റോമുളോസ് അച്ഛനെ കാണാനിടയായി. അച്ഛൻ വളരെ സന്തോഷത്തോടുകൂടി എന്നെ കൈക്ക് പിടിച്ച് എന്നോട് പറഞ്ഞു, ഞാൻ ഒരച്ഛനായിത്തീരണം എന്നെന്നോട് പറഞ്ഞതാണ് ഒരു ആദ്യത്തെ പ്രേരണ. എന്നിട്ട് റോമുളോസ് അച്ഛൻ എന്നോട് പറഞ്ഞു, എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ഈശോയെ അങ്ങയുടെ മുദ്രത്തോട്ടത്തിൽ ഒരു വേലക്കാരനായിട്ട് എന്നെയും സ്വീകരിക്കണമെന്ന് എന്നും പ്രാർത്ഥിക്കണമെന്ന്. പിന്നീട് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും റോമുളോസ് അച്ഛനെ കാണുവാനായിട്ട് ഇടയായിട്ടുണ്ട്. വേദപാഠത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ അച്ഛൻ കാണുമ്പോഴൊക്കെ ചോദിക്കും, ആ പ്രാർത്ഥന ചെല്ലുന്നുണ്ടോ, അതൊന്ന് ചൊല്ലി കേൾപ്പിച്ചതെന്ന്. അങ്ങനെ ഏതാണ്ട് ഒരു 1-2 വർഷക്കാലം അച്ഛനുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ അച്ഛൻ എനിക്കൊരു പ്രേരണ നൽകിയിരുന്നു. കണ്ണൂർ ജില്ലയിലെ മണക്കടവിലാണ് സ്വതന്ത്ര വികാരിയായി ചുമതലയേൽക്കുന്നത്. ഇടവകയുണ്ടെങ്കിലും പള്ളിയോ വൈദിക മന്ദിരമോ ഇല്ല. പുല്ലുമേഞ്ഞ ഷെഡിലാണ് പള്ളിയും വൈദിക മന്ദിരവും. ബലിപീഠമാകട്ടെ രാത്രിയാകുന്നതോടെ വികാരിയച്ഛന് കിടന്നിറങ്ങാനുള്ള കട്ടിലായി മാറുന്നു. സക്രാരിയോട് ചേർന്ന് 2 ദശകങ്ങളിലേറെ കാലം ഇങ്ങനെ ഈശോയോടൊത്താണ് മണ്ണൂരച്ചൻ ഉറങ്ങിയത്. സന്തോഷപൂർവമാണ് അച്ഛനിത് അനുസ്മരിക്കുന്നത്. ആയിരത്തി 1968 മെയ് മാസം 8-ാം തീയതി അഭിയുന്ന വള്ളപ്പള്ളി പിതാവിനെ മണക്കടവ് പള്ളിയുടെ വികാരിയായിട്ട് നിയമിച്ചു. അവിടേക്ക് പോകുന്നതിന് മുൻപ് പിതാവ് എന്നോട് പറഞ്ഞു, ഞാൻ മണക്കടവിന് പോയിട്ടില്ല, അവിടുത്തെ വഴി എങ്ങനെയാണെന്നും അറിയത്തില്ല, ആലക്കോട്ട് ചെന്ന് അവിടുത്തെ ഫൊറോന വികാരി ചെന്ന് നടുവിലേക്കുറ്റ് കുഞ്ഞാസിനുമായിട്ട് ചോദിച്ചാൽ വഴികളൊക്കെ പറഞ്ഞു തരും. അവിടെ പള്ളിയും പള്ളിമുറിയും മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഉണ്ടാകണം, ഒരച്ഛന് തന്നാൽ മതി, ഞങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊള്ളാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കൊണ്ട് അച്ഛനൊരു വിഷമം വരികയില്ല, അച്ഛനെങ്ങനെയും അവിടെ എത്തിച്ചേരുക. പിതാവ് പറഞ്ഞതനുസരിച്ച് തലേ ശനിയാഴ്ച ഞാൻ ആലക്കോട്ട് പള്ളിയിൽ കുഞ്ഞാസത്തിനെ കണ്ടു. അച്ഛൻ അങ്ങോട്ട് വഴി പറഞ്ഞു തന്നു. ഞാനും 2-3 പേരും കൂടി അവിടെ നിന്ന് 13 കിലോമീറ്ററോടെ നടന്ന് വേണം മണക്കടവിലെത്താനായിട്ട്. ഞങ്ങളങ്ങനെ അവിടെ മണക്കടവ് പള്ളിയിൽ എത്തിച്ചേർന്നു. അവിടെ പള്ളിയായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ചെറിയ ഷെഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞായറാഴ്ച എല്ലാവരും ഒന്നിച്ച് കൂടുമ്പോൾ അടുത്ത പള്ളിയിൽ നിന്ന് അച്ഛൻ വന്ന് ചെല്ലുമ്പോൾ ഒരു കുർബാന ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. താമസ സൗകര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും ആ ഷെഡിൻ്റെ പുറകിലൊരു ഭാഗം അല്പമായിട്ട് 2-3 ദിവസം കൊണ്ട് അടവാക്കി അവിടെ തന്നെ ഞാൻ താമസിച്ചു. ഓരോ ദിവസവും കുർബാന ചെല്ലുന്നത് ആ കിടക്കുന്ന മേശയുടെ മുകളിൽ തന്നെ കുർബാന ചെല്ലും. പിറ്റേ ദിവസം അത് മാറ്റിയിട്ടിട്ട്
അന്ന് കിടക്കും. അങ്ങനെ ഏതാണ്ടൊരു 1-2 ആഴ്ചകൾ അങ്ങനെ മുന്നോട്ട് നീങ്ങി. അതിനുശേഷം പള്ളിയുടെ ഷെഡിൻ്റെ പുറകിൽ ഭാഗത്ത് താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം 3-4 ദിവസം കൊണ്ടുണ്ടാക്കി പരിമിതമായ രീതിയിൽ. ഉടനെ തന്നെ പള്ളിമുറിയുടെ പണികൾ ആരംഭിച്ചു. 6 മാസം കൊണ്ട് എല്ലാവരും കൂടെ സഹകരിച്ച് ആ പള്ളിമുറി എല്ലാ സൗകര്യങ്ങളും കൂടി അവർ ഉണ്ടാക്കി തന്നു. അതിലൊരു മുറി വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നതിന് വേണ്ടി വെച്ചു. അങ്ങനെ ആ പള്ളിമുറിയിൽ ഞാൻ കിടക്കുന്ന മുറിയുടെ അടുത്ത് തന്നെ വിശുദ്ധ കുർബാനയെ സൂക്ഷിച്ച് അവിടെ തന്നെ ദിവസങ്ങളിലെല്ലാം കുർബാന ചെല്ലും. ഞായറാഴ്ച ദിവസങ്ങളിൽ ആ നേരത്തെ ഉണ്ടായിരുന്ന ഷെഡിൽ കുർബാന ചെല്ലും. അങ്ങനെ ഏതാണ്ട് ഒരു 3 മാസങ്ങളോടും കഴിഞ്ഞപ്പോൾ പുതിയ പള്ളിയുടെ പണിയുടെ കാര്യങ്ങളിലേക്ക് എല്ലാവരും ആലോചിച്ചു. എല്ലാവരും പൂർണ്ണമായ പിന്തുണയാണ് ഉണ്ടായത്. എല്ലാവരും കൂടി സഹകരിച്ച് പള്ളിക്കുള്ള സ്ഥലം നികത്തിയെടുത്തു. അതിനുശേഷം മറ്റ് ഉൽപ്പന്നപ്പിരിവുകൾ അന്ന് കുടിയേറ്റത്തിൻ്റെ ആരംഭ കാലഘട്ടങ്ങളായതുകൊണ്ട് എല്ലാവിധ ഉൽപ്പന്നങ്ങളൊന്നും പിരിക്കാൻ സാധിച്ചിരുന്നില്ല. ഉണ്ടായിരുന്നത് നെല്ലും കപ്പയും ഒക്കെ ആയിരുന്നു. അതിങ്ങനെ പിരിച്ചെടുത്ത് പിന്നെ കുരുമുളകും ആരംഭിച്ചായിരുന്നു പറിക്കാൻ. കുരുമുളകൊക്കെ ആദായമായി തുടങ്ങിയായിരുന്നു. അങ്ങനെ സംഭവിച്ച് 1 മാസം തോറും പിന്നെ പൈസയായിട്ടുള്ള പിരിവുകളൊക്കെ എടുത്ത് ആ പള്ളിയുടേതായ പണികൾ ഏതാണ്ട് 2 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കി. 1970 പള്ളിയുടേതായ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ചു. പിന്നീട് വെള്ളാട് ഇടവകയിലായിരുന്നു നിയമനം. അവിടെയും സ്ഥിതി മെച്ചമായിരുന്നില്ല. കൊടുങ്കാറ്റിൽ മേൽക്കൂര തകർന്ന പള്ളിയാണ് അച്ഛനെ കാത്തിരുന്നത്. തകർന്ന പള്ളിയിൽ നിന്ന് അച്ഛൻ കുർബാനയർപ്പിച്ചു. മഴയും വെയിലും കൊണ്ട് ജനം അച്ഛനോടൊപ്പം നിന്നു. ചിലർ തളർന്നു വീണു. ഒടുവിൽ ദൈവം തൻ്റെ ജനത്തോട് കരുണ കാണിച്ചു. അത് ഇപ്രകാരമായിരുന്നു. മെയ് മാസം ആദ്യ ആഴ്ചയിൽ മണക്കടവിൽ നിന്നും ഏതാണ്ട് ഒരു 20 കിലോമീറ്റർ അകലമുള്ള വെള്ളാട് ഇടവയിലേക്ക് എനിക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ ചെന്ന അവസരത്തിൽ അവിടെ താമസ സൗകര്യങ്ങൾ താൽക്കാലികമായ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ പള്ളി ഉണ്ടായിരുന്നില്ല. 1 മാസം മുമ്പ് ഒരു കാറ്റൂതി ആ പള്ളി വീണു പോയിരുന്നു. അൾത്താര മാത്രം അവശേഷിച്ചു. ആ അൾത്താരയിൽ ഇന്ന് കുർബാന ചെല്ലേണ്ടതായിട്ട് വന്നു. ഇടവക ജനങ്ങൾ മുറ്റത്ത് വെയിലും കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടൊരു പെട്ടെന്നൊരു പള്ളി ഉണ്ടാകേണ്ടതായ ആവശ്യകത അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് സിമെൻറ്റിന് വലിയ ക്ഷാമമായിരുന്നു. അതുകൊണ്ട് ഉടനെ പണിയാൻ സാധിക്കില്ല എന്നുള്ള നിലയിൽ ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയപ്പോൾ ദൈവാനുഗ്രഹത്താൽ അന്ന് കണ്ണൂർ കളക്ടറായിരുന്ന PD കുരുവിള മണക്കടവിലെ പള്ളി വെഞ്ചരിമൊക്കെ വന്ന് ഞങ്ങൾ തമ്മിൽ വളരെ പരിചയത്തിലായിരുന്നു. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് വ്യവസായ ഡയറക്ടറായിട്ട് തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോയി. ഞാൻ തിരുവനന്തപുരത്ത് മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പോയ അവസരത്തിൽ അദ്ദേഹത്തെ സൗഹൃദത്തിൻ്റെ പേരിലൊന്ന് കാണുന്നതിന് വേണ്ടി പോയി. ചെന്ന് കണ്ട അവസരത്തിൽ അദ്ദേഹം പറഞ്ഞു, പുതിയ പള്ളി വല്ലതും പണിയാനുള്ളതാണോ? ആണെങ്കിൽ സിമെൻറ്റിന് നേരത്തെ അപേക്ഷിക്കണം, കിട്ടാൻ വലിയ വിഷമമുള്ള കാലഘട്ടമാണ്. അങ്ങനെ അദ്ദേഹം പ്രേരിപ്പിച്ചു അവിടെ ഒരു പള്ളി ഉണ്ടാകുന്നതിന് വേണ്ടി. H. കുഡ്വഞ്ഞരുടെ ഒപ്പോടുകൂടി ഒരു പ്ലാന് അയച്ചു തന്നാൽ മതി. ആ അപേക്ഷ കഴിയുന്ന വേഗം എത്തിക്കുക, സിമെൻറ്റിന് വേണ്ടത് ചെയ്തുകൊള്ളാം, അച്ഛൻ പണികൾ ആരംഭിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ വേണ്ട പോലെ ചെയ്തു കൊള്ളാം. ഞാൻ തിരിച്ച് തളിപ്പറമ്പിൽ വന്ന അവസരത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസ് കണ്ട് ഒരു അപേക്ഷ സമർപ്പിക്കുന്ന കാര്യം പറഞ്ഞു. അപ്പം പ്ലാനൊക്കെ വേണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചു. ദാറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ എൻജിനീയർ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് ആ അപേക്ഷയിൽ ഒപ്പിട്ട് തന്നു. പിറ്റേ ആഴ്ചയിൽ 1 ലോഡ് സിമെൻറ്റ് 800 ചാക്ക് സിമെൻറ്റ് വെള്ളാട് വന്നു. പണി ഏതാണ്ട് 1 മാസം കഴിഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചെടുത്ത് പിറ്റേ ആഴ്ചയിൽ തന്നെ പണി തുടങ്ങാൻ നിർബന്ധിതരായി. ഇടവക്കാർ സിമെൻറ്റ് വിൽക്കാതെ കണ്ട് നമുക്ക് പണി നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇടവക്കാർക്ക് പ്രേരണയായി. അങ്ങനെ
ആ പള്ളിയുടെ പണികൾ പെട്ടെന്ന് ആരംഭിച്ചു. ആ പണികൾക്ക് ഇടവക്കാരും നല്ല സഹകരണമുണ്ടായി. ശ്രമദാനമായിട്ട് ചെയ്യാവുന്നതെല്ലാം ചെയ്തു. സിമൻറ്റും കമ്പിയും വാങ്ങിക്കേണ്ടതിന് വേണ്ടിയുള്ള പൈസ മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് പൊതുപിരിവിലൂടെ ഉൽപ്പന്നപ്പിരിവും ശ്രമദാനമായിട്ടും ഒക്കെ അത് അവരുണ്ടാക്കി പണിയായിട്ടോ പണമായിട്ടോ ഉൽപ്പന്നമായിട്ടോ ഏതെങ്കിലും തരത്തിൽ അവരവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന തുക തന്നാൽ മതിയെന്ന് പറഞ്ഞു. നല്ല സഹകരണത്തോടുകൂടി 2 കൊല്ലം കൊണ്ട് ആ പള്ളിയുടെ പണികൾ പൂർത്തിയായി. താമരശ്ശേരി രൂപതയിലെ ചമലിലെത്തുമ്പോഴേക്കും അച്ഛൻ തീർത്തും ജനകീയനായിരുന്നു. ചമൽ ഗ്രാമത്തിൻ്റെ സമഗ്ര വികസനത്തിലാണ് അച്ഛൻ ഊന്നൽ നൽകിയത്. പള്ളിപണി മാത്രമല്ല, ഗ്രാമത്തിൻ്റെ സമഗ്ര മേഖലകളിലും തനിക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അച്ഛൻ തെളിയിച്ചു. വൈദ്യുതി, ഫോൺ, അഞ്ചലാപ്പീസ്, അങ്ങനെ എന്തെല്ലാം. ഏപ്രിൽ മാസത്തിൽ വന്ന പിതാവിൻ്റെ ഒരു കത്തെനിക്ക് കിട്ടി. അച്ഛന് ഇനിയും വിശ്രമം ആവശ്യമുണ്ട്, അതുകൊണ്ട് ജോലിയൊക്കെ കുറഞ്ഞ ചെറിയൊരു ഇടവകയിലേക്ക് സ്ഥലം മാറ്റം തരികയാണ് എന്ന് പറഞ്ഞ ആ കത്തുണ്ടായിരുന്നു. അതനുസരിച്ച് ഞാൻ താമരശ്ശേരി അടുത്ത് ചമൽ ഇടവകയിലേക്കാണ് പോയത്. അവിടെയും 3 കിലോമീറ്റർ നടന്നെങ്കിൽ മാത്രമേ പള്ളിയിലെത്തുവാൻ സാധിക്കുമായിരുന്നുള്ളൂ. അവിടെ ചെറിയ തോതിൽ താമസ സൗകര്യമുണ്ട്. പള്ളിയോട് ചേർന്നൊരു ചാർത്തിൽ പള്ളിയായിട്ട് ഒരു ഷെഡുണ്ട്. അതിൻ്റെ ഒരറ്റത്ത് അടവാക്കി കുർബാന സൂക്ഷിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മണ്ണൂരച്ചൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ ഇലക്ട്രിസിറ്റി കിട്ടിയതും ടെലിഫോൺ കിട്ടിയതും റോഡുകൾ ഇവിടെ നിർമ്മിച്ചതും. കഴിഞ്ഞ കാലഘട്ടത്തിലെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് വലിയൊരു സൗകര്യമായിരുന്നു. ചെറിയ ഇടവകയാണ്, 120 വീട്ടുകാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇടവകയിൽ വലിയൊരു ഭാരമുണ്ടായിരുന്നു. ആ ജൂൺ മാസത്തിൽ ഏതാണ്ട് 1.5 മാസം കൊണ്ട് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഒരു സ്കൂളിൻ്റെ പണി പൂർത്തിയാക്കണം. തുടക്കം പോലും കുറിച്ചിട്ടില്ല. പുതുതായിട്ട് സ്കൂൾ അനുവദിച്ചാണ് ആ കെട്ടിടം പൂർത്തിയാക്കണം. അത് വളരെ മനസ്സ് മടുപ്പ് തോന്നിക്കുന്ന ഒരു പ്രയാസ കാര്യമായിരുന്നു. എന്നിരുന്നാലും ഇടവകങ്ങൾ എല്ലാവരുടെയും സഹകരണം കൊണ്ട് 1 മാസം കൊണ്ട് ആ സ്കൂൾ കെട്ടിടത്തിൻ്റെ പണികൾ അത്യാവശ്യമായ രീതിയിലുള്ളതെല്ലാം പൂർത്തിയാക്കി. ബഹുമാനപ്പെട്ട മണ്ണൂരച്ചന് ഇവിടെ വരുന്നത് 1977 അച്ഛൻ വരുന്നതിന് 1 വർഷം മുമ്പാണ് ഇവിടെ UP സ്കൂൾ ആരംഭിച്ചത്. 77 ഒരു ക്ലാസ് തുടങ്ങിയതാണ് 76. അച്ഛൻ വന്നതിന് ശേഷമാണ് ഈ സ്കൂൾ വിപുലീകരിക്കാനും സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കാനും എല്ലാം ആരംഭിച്ചത്. അച്ഛനെ വളരെ കഠിനമായിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച് അധ്വാനിച്ച് ആണ് നമുക്കിവിടെ ഈ UP സ്കൂൾ ഉണ്ടാക്കിയത്. ഇതിനു മുമ്പ് കുട്ടികൾക്ക് പഠിക്കാനായിട്ട് ഇവിടെ യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. ഇവിടുന്ന് ഈങ്ങാപ്പഴയും താമരശ്ശേരിയും കട്ടിപ്പാറയും എല്ലാം പോയിട്ടാണ്. കട്ടിപ്പാറ UP സ്കൂൾ അന്ന് അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നഴ്സറി സ്കൂള് അച്ഛനാണ് ആരംഭിച്ചത്. ചെറിയ കുട്ടികൾക്ക് കളിക്കാനും ഉള്ള ധാരാളം കളിക്കോപ്പുകളും എല്ലാമായിട്ട് കുട്ടികളെ ചെറിയ കുഞ്ഞുങ്ങളെ കൂടുതൽ നന്നാക്കി വളർത്താൻ വേണ്ടിയിട്ട് അച്ഛനെ നഴ്സറി തുടങ്ങി. സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് അന്ന് നമുക്കിവിടെ യാത്രാ സൗകര്യം വളരെ കുറവായിരുന്നതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. റോഡും ബസ്സോ സൗകര്യങ്ങളോ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി അച്ഛൻ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇവിടെ കഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ രാവും പകലും ഇതിനു വേണ്ടി അച്ഛൻ ക്ലേശിച്ചിട്ടുണ്ട്. ആ 1 വർഷം അങ്ങനെ സ്കൂളിൻ്റെ പണിയുമൊക്കെ ആയിട്ട് കഴിഞ്ഞുകൂടി. ആ ഇടവകയിൽ മറ്റ് ജീവിത സൗകര്യങ്ങൾക്ക് വളരെ കുറവായിരുന്നു. കറണ്ടോ ഫോണോ പോസ്റ്റ് ഓഫീസോ ബാങ്കോ
അങ്ങനെയുള്ള ആധുനിക സൗകര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അവരുടെ അതിയായ ആഗ്രഹം കൊണ്ടും സഹകരണം കൊണ്ടും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം 1 വർഷം കൊണ്ട് അവിടെ പൂർത്തിയാക്കി എല്ലാ വീടുകളിലും വൈദ്യുതി എത്തിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഫോൺ സൗകര്യങ്ങളും എല്ലാം വീടുകളിലും ചെയ്തു കൊടുത്തു. ആളുകൾ അങ്ങനെ എല്ലാവിധത്തിലും സൗകര്യങ്ങളോടുകൂടി ആ ഇടവകയുടെ കാര്യങ്ങൾ മിക്കവാറും പൂർത്തിയായി. ബഹുമാനപ്പെട്ട മണ്ണൂരച്ഛൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ ചമൽ ഗ്രാമത്തിലെ ഒരു പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. കാലഘട്ടങ്ങളിൽ ഇവിടെ ഒരു കത്തിടപാടുകൾ നടത്തണമെങ്കിൽ ഒന്നുകിൽ കട്ടിപ്പാറ അല്ലെങ്കിൽ താമരശ്ശേരി എന്നീ സ്ഥലങ്ങളിൽ പോകേണ്ടതായ അവസ്ഥയായിരുന്നു. അതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഉള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് പോസ്റ്റ് ഓഫീസ് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. അതിന് പിന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചതാണ്. കൂടാതെ ഇവിടെ കത്തുകൾ ധാരാളം വരുന്നുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റ് പല സ്ഥലങ്ങളിലും കത്തുകളൊക്കെ പോസ്റ്റ് ചെയ്ത് ഇവിടേക്ക് വരുത്തിയിരുന്നു. അങ്ങനെയാണ് ഇവിടെ കൂടുതൽ കത്തുകൾ വരുന്നുണ്ട്, ഇവിടെ പോസ്റ്റ് ഓഫീസ് അനുവദിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് തോന്നിയത്. അങ്ങനെയാണ് ഇവിടെ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നത്. അവിടെ ഒരു 7 വർഷം ഞാനിവിടെ താമസിച്ചു. ആ 7 വർഷക്കാലം ആ ഇടവകയിൽ മറ്റ് ഭൗതികമായ കാര്യങ്ങൾ ശ്രദ്ധ ചെലുത്തി. റോഡിൻ്റെ കാര്യത്തിലും കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിലുമെല്ലാം ശ്രദ്ധ ചെലുത്തി. വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള ആ വിവാഹപ്രായമായ കുട്ടികളെ വിവാഹത്തിന് ഒരുക്കമായിട്ടുള്ള സെമിനാറുകളും ധ്യാനങ്ങളുമൊക്കെ നടത്തി. കരിസ്മാറ്റിക് ധ്യാനം ആരംഭിച്ച കാലഘട്ടത്തിലാണ് അവിടെയും ധ്യാനം നടത്തി. പ്രാർത്ഥന കൂട്ടായ്മകളും കുടുംബ കൂട്ടായ്മകളുമെല്ലാം അതിനോടിടയ്ക്ക് ഏതാണ്ട് 6 വർഷക്കാലം കൊണ്ടെല്ലാം പൂർത്തിയാക്കി. ഇവിടെ ബാങ്കിൻ്റെ സൗകര്യം ഇല്ലായിരുന്നു. താമരശ്ശേരിയിൽ പോകേണ്ടിയിരുന്നു, അല്ലെ കോഴിക്കോട്. ആ അവസ്ഥയിലാണ് ഇവിടെ ഗ്രാമീണ ബാങ്ക് വേണമെന്നും ഇവിടെ കൃഷിമന്ത്രിയായിരുന്ന ശ്രീ എ കെ പോയി കാണുകയും മണ്ണൂരച്ഛനതിന് വേണ്ട എല്ലാ നടപടികളും എടുക്കുകയും ഇവിടെ ഗ്രാമീണ ബാങ്ക് സ്ഥാപിച്ച് കിട്ടുകയും ചെയ്തത്. 1982 ജൂലൈ 21-നാണ് ഇവിടെ ഗ്രാമീണ ബാങ്ക് പാസ്സായത്. ആ അവസരത്തിൽ ബിൽഡിംഗ് കൊടുക്കാൻ ആരുമില്ല. അങ്ങനെ അച്ഛൻ പറഞ്ഞു, ഇവിടെ പള്ളിയിൽ ഒരു റൂമുണ്ട്, അതിൽ തുടങ്ങാം, അതിന് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞ് അവിടെ പള്ളി റൂമിലാണ് ആദ്യം ബാങ്ക് തുടങ്ങുന്നത്. ദേവാലയ നിർമ്മാണത്തിലും ഗ്രാമവികസനത്തിലും ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു മണ്ണൂരച്ഛൻ. എന്നാൽ പണി പൂർത്തീകരിച്ച പള്ളിയിൽ വികാരിയായി എത്തുന്നത് പട്ടം സ്വീകരിച്ച് 2.5 പതിറ്റാണ്ടിന് ശേഷമാണ്. അച്ഛൻ്റെ ഭാഷയിൽ എല്ലാം ദൈവനിയോഗം തന്നെ. സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല.
അകമോർമകൾ പീലി